Hi everyone, welcome to my channel. നമ്മളിൽ പലരും ബോട്ടിൽ ആർട്ട് ചെയ്യാനും അതുപോലെയുള്ള മറ്റ് ആർട്ട് വർക്കുകൾ ചെയ്യാനൊക്കെ ആയിട്ട് എയർ ഡ്രൈ ക്ലേ ഉപയോഗിക്കാറുണ്ട്. ഈ എയർ ഡ്രൈ ക്ലേ എല്ലാവരും തന്നെ കാശ് കൊടുത്ത് വാങ്ങിക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ കുറച്ച് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. എയർ ഡ്രൈ ക്ലേ ഉണ്ടാക്കാനായിട്ട് നമ്മൾ പ്രധാനമായിട്ടും എടുക്കുന്ന ഒരു സാധനമാണ് ഗോതമ്പ് പൊടി. ഞാൻ ഇവിടെ 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വേണ്ടത് വൈറ്റ് ഗ്ലൂ ആണ്. ഏതെങ്കിലും ഒരു വൈറ്റ് ഗ്ലൂ എടുത്താൽ മതി. ഫെവിക്കോളൊക്കെ ആണെങ്കിൽ അത് എടുത്താലും മതി. അതും ഞാൻ 1/4 കപ്പ് തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ള അതേ കപ്പിൽ സെയിം അളവിലാണ് ഗ്ലൂവും എടുക്കുന്നത്. ഗ്ലൂ നമുക്ക് ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വിനാഗിരിയാണ്. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/4 കപ്പ് ഗോതമ്പ് പൊടിയും 1/4 കപ്പ് പശയും 1/2 ടേബിൾ സ്പൂൺ വിനാഗിരിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരി നമ്മൾ പ്രിസർവേറ്റീവ് ആയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ പാത്രത്തിലൊക്കെ ഒട്ടിപ്പിടിക്കും. എന്നാലും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഇങ്ങനെ യോജിച്ച് കിട്ടിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ തന്നെ ഓയിൽ ചേർത്ത് കൊടുക്കണം. നമ്മുടെ കയ്യിലുള്ള ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ ബേബി ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഇത് പാത്രത്തിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടുപോരുന്ന പോലെയൊക്കെ തോന്നും. നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതാണ്. നമുക്കിത് സ്റ്റൗവിലേക്ക് വെക്കാം. ഇതുപോലെ വളരെ കുറഞ്ഞ തീയിൽ വേണം നമ്മൾ വെക്കാനായിട്ട്. എന്നിട്ട് ഈ തീയിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലോണം എല്ലാ ഭാഗത്തേക്കും ചൂടെത്തുന്ന രീതിയിൽ കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുക്കണം. നമ്മൾ നല്ലോണം ചൂടാക്കി എടുക്കുമ്പോൾ ഈ സ്പൂണിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവത്തിലാവണം. ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ പാത്രത്തിൽ നിന്നും ആദ്യം തന്നെ വിട്ടു പോന്നിട്ടുണ്ട്. അല്ലാത്ത പാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടാക്കി എടുക്കുമ്പോൾ നല്ലപോലെ പാത്രത്തിൽ നിന്നും വിട്ടു പോരുന്നത് വരെ ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് കുറച്ച് വാസലിനോ അല്ലെങ്കിൽ ഒരു ബേബി ലോഷനോ ബേബി ഓയിലോ ഇതുപോലെ കയ്യിലും കൗണ്ടർ ടോപ്പിലും ഒന്ന് പുരട്ടി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്ലേ ഇട്ട് കൊടുക്കാം. ഇനി കൈകൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് അത്ര അധികം ചൂടൊന്നുമില്ല. നമുക്ക് കൈകൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്ന ഒരു ചൂടേ ഉള്ളൂ. ഇനി നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കളർ മിക്സ് ചെയ്യുന്നത് കാണിക്കാം. ഞാനിതിൽ കുറച്ച് ഭാഗത്ത് മാത്രമേ കളർ മിക്സ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ കളർ മിക്സ് ചെയ്യാനുള്ളത് എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളത് ഞാൻ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട ക്ലേ ഇതുപോലെ ഒരു ക്ലീൻ റാപ്പിലോ അല്ലെങ്കിൽ നല്ലൊരു പ്ലാസ്റ്റിക് കവറിലോ നല്ലോണം ഒന്ന് പൊതിഞ്ഞ് വെക്കാം. അതിനുശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കേടുവരാണ്ടിരിക്കും. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചും സൂക്ഷിക്കാവുന്നതാണ്. ഫ്രിഡ്ജിലാണെങ്കിൽ കുറച്ചുകൂടെ നാൾ നല്ലപോലെ ഇരിക്കും. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇത് തണുപ്പ് വിടാനായിട്ടൊന്ന് പുറത്ത് വെക്കണം. എന്നാലേ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഭാഗങ്ങളിൽ പെയിൻറ്റ് മിക്സ് ചെയ്ത് കാണിക്കാം. ഇതിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് അതിലേക്ക് കുറച്ച് പെയിൻ്റ് ആക്കിയിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ക്ലേ ആ പെയിൻറ്റിൻ്റെ കളറിലായി കിട്ടും. നമുക്ക് എത്രത്തോളം ഡാർക്ക് കളർ വേണോ അതിനനുസരിച്ച് പെയിൻറ്റ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ പിങ്ക് കളറിലും ഗ്രീൻ കളറിലും ഇതുപോലെ പെയിൻറ്റ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുമ്പോൾ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നമ്മൾ വാങ്ങിക്കുന്ന ക്ലേയുടെ അതേപോലെ തന്നെ നമുക്ക് ഇതും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. താങ്ക് യു.